ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ശരി, അപ്പൊ ഇതിലും ഇപ്പൊ ഞാനുണ്ടല്ലോ. പപ്പിയെ ഒഴിവാക്കി എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അതെന്താ? ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരിക്കും അല്ലേ? ഒരു ചൊല്ലുണ്ട്. എന്താണാവോ അത്? ഓടാൻ പറ്റുന്ന പ്രായത്തിൽ ഓടിയില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഓടേണ്ടി വരും. പ്രശ്നങ്ങളൊക്കെ വന്നോട്ടോ, പ്രതിസന്ധികളും ഉണ്ടായിക്കോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അതിനെ കൂടി തോൽപ്പിക്കാടോ. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചോണ്ട് ഞാനുണ്ടോ തന്റെ കൂടെ? പിന്നെ നമ്മുടെ 2 മക്കളുണ്ട് തന്റെ കൂടെ, പോരെ? ഇതിനും കൂടെ തനിക്ക് എന്താടോ വേണ്ടേ? എനിക്ക് ഇനി ഒന്നും വേണ്ട. എനിക്കിതേ ഈ മനസ്സ് മതി, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഈ മനസ്സ്. ഇതെന്നും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ പിടിച്ചടക്കും. സത്യ, ഞാൻ പടം വരച്ചു തീർത്തു. ഞാനും തീർത്തു. ഞാൻ വരച്ചത് ഒരു ഫാമിലി ചിത്ര. എവിടെ കാണട്ടെ? ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. ആ പേരെഴുതിയേക്കാം. അമ്മയുടെ പേര് ശ്യാമ, അച്ഛന്റെ പേര് രോഹിത്. ഇത് നമ്മൾ രണ്ടുപേരും. അത് ശരി, അപ്പൊ ഇതിലും ഇപ്പൊ ഞാനുണ്ടല്ലോ. പപ്പിയെ ഒഴിവാക്കി എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അതെന്താ? ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരിക്കും അല്ലേ? ഒരമ്മ പ്രസവിച്ച മക്കൾ ആണോ? ആയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും ഒരുമിച്ച് നടക്കുന്നേ. എന്നാ പിന്നെ നമ്മൾ ഈ ചേച്ചി ആരായിരിക്കും? ഞാനാണോ പപ്പിയാണോ? അത് നമുക്ക് ചേച്ചിയമ്മയോട് ചോദിക്കാം. ശരിയാ, എനിക്കും തോന്നുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരമ്മ പ്രസവിച്ച മക്കളെ തന്നെയാണെന്ന്. ഈ ദിവസങ്ങൾ, ഈ നിമിഷങ്ങൾ അത് അവസാനിക്കാതിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാം. ഇപ്പോ ഇത്രയും സമാധാനത്തോടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു 10 ദിവസം മാറി നിന്ന പ്രതീതിയാ. ഓ, വിളിച്ചാ പോലും
ഫോണിൽ കിട്ടാത്ത സ്ഥലമാന്നുള്ള സങ്കടം. ആ എന്തായാലും നാളെ രാത്രിയോടെ വരൂന്നാ പറഞ്ഞേക്കുന്നെ. പോയപ്പോ അങ്ങ് എല്ലാരും കൂടെ പോയി. വാ. ആ അനൂപാണോടാ? നീ എന്താടാ ഈ സമയത്ത്? വാ വാ. എന്താനുവേ ഈ കൊച്ചിനെ കൊണ്ട് ഈ ആ സമയത്ത്? ശാരദാമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഏ? അയ്യോ, ഇവളുടെ വീട്ടുകാരും ഞങ്ങളെ കണ്ടുപിടിക്കാൻ നാട് മുഴുവൻ ഓടി നടക്കുക. അത് അത് ശാരദാമ്മേ, രക്ഷിക്കണം. അനുവേ, നീ നീ ഇത് എന്തുറപ്പിൽ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്? ഇനിയിപ്പൊ എന്തൊക്കെയോ ഉണ്ടാവാൻ പോകുന്നതെന്ന് വല്ല ഊഹം ഉണ്ടോ നിങ്ങക്ക്? ഈ കൊച്ചിന്റെ ആൾക്കാർ വെറുതെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ശാരദാമ്മേ, ഇവളെ കൂടി വെറുതെ ആദ്യ കയറ്റല്ലേ. ആ അത് ശാലിനി ചേച്ചി എവിടെ? ഒന്ന് വിളിച്ചേ. ഇവിടെ ശാലിനി ഒന്നും ഇവിടെ ഇല്ല. ശാലിനി വിഷ്ണു കുട്ടികളെല്ലാരും കൂടെ ടൂർ പോയിരിക്കുക. അയ്യോ, അവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല, വിളിച്ചാലും കിട്ടൂല. നാളെ രാത്രിയോടെ വരൂന്ന് പറഞ്ഞാ പോയത്. അത് ശാരദാമ്മേ, വേറൊരിടത്തേക്ക് നെക്സ്റ്റ് തേടി പോകാൻ ഒരു മാർഗവും ഇല്ല. അനുവേ, ഞാൻ ഈ സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ ശാരദാമ്മ അല്ലാതെ വേറെ ആരുമില്ല. അനുവേ മോനെ, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തന്നെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. പക്ഷേ അതിനു മുമ്പേ വീട്ടുകാരറിഞ്ഞു. മോളെ ഇത് എന്റെ മാത്രം വീടല്ലല്ലോ, ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടാ. എന്തെങ്കിലും ഒരു കേസ് ഇതുപോലെ ഉണ്ടായാ അവളോടൊന്ന് ചോദിക്കാതെ ഞാൻ എങ്ങനെ ഒരു തീരുമാനം പറയുക? ഈ വീട്ടിലേക്കൊന്നും അവരാരും അന്വേഷിച്ച് വരില്ല ശാരദാമ്മേ. അത് ഒരേ ഒരു ദിവസം മാത്രം ഇവളെവിടെ താമസിപ്പിച്ചാൽ മതി. ഇടം